ഷിറി ബിബാസിന്റെ യഥാർത്ഥ മൃതദേഹം റെഡ് ക്രോസിന് കൈമാറിയതായി ഹമാസ്. വ്യാഴാഴ്ച കൈമാറിയ മൃതദേഹം ഷിറിയുടേത് അല്ലെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിരുന്നു. റെഡ് ക്രോസിന് കൈമാറിയ മൃതദേഹത്തിൽ ഫോറൻസിക് പരിശോധന പുരോഗമിക്കുന്നതായി ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇക്കഴിഞ്ഞ ദിവസം കൈമാറിയ മൃതദേഹം ആരുടേതെന്ന സംശയം തുടരുകയാണ്. മൃതദേഹം ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേലികളുടെ കൂട്ടത്തിൽ ഉള്ളവരുടേതല്ലെന്ന് ഇന്നലെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഐസൻ, വിവരങ്ങൾ. തീർച്ചയായും നിഖിൽ, അത് വലിയൊരു വിവാദമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഷിറി ബിബാസിന്റെ മൃതദേഹം സംബന്ധിച്ചുള്ള ചർച്ചകൾ. നമുക്കറിയാവുന്നതാണ്, ഇക്കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ചയാണ് 4 മൃതദേഹങ്ങൾക്ക് വിട്ടു നൽകിയത്. ബന്ദികളായി കസ്റ്റഡിയിൽ കഴിഞ്ഞിരുന്ന, ഹമാസിന്റെ കസ്റ്റഡിയിൽ കഴിഞ്ഞിരുന്ന 4 പേരുടെ മൃതദേഹങ്ങൾ ഇന്നലെയാണ് വിട്ടു നൽകിയത്. വ്യാഴാഴ്ചയാണ് വിട്ടു നൽകിയത്. വ്യാഴാഴ്ച വിട്ടു നൽകിയ മൃതദേഹങ്ങളിൽ ഒന്ന് ഷിറി ബിബാസിന്റേതാണ്. അദ്ദേഹത്തിന്റെ 2 കുട്ടികൾ, അവരുടെ 2 കുട്ടികളുടെയും അതുപോലെ തന്നെ മറ്റൊരു സമാധാന പ്രവർത്തകന്റേതുമാണ് എന്നാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇസ്രായേൽ സൈന്യം പരിശോധിച്ച, റെഡ് ക്രോസിന് കൈമാറി ഇസ്രായേൽ സൈന്യം പരിശോധിച്ച മൃതദേഹങ്ങളിൽ ഒന്ന് ഷിറി ബിബാസിന്റേതല്ല എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്തു. മാത്രമല്ല, ഹമാസിന്റെ തടവിൽ കഴിയുന്ന ഇസ്രായേലികളായ ബന്ദികളുടെ കൂട്ടത്തിലുള്ള ആരുടേതുമല്ല മൃതദേഹം എന്നും ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഈ മൃതദേഹം ആരുടേത് എന്ന ചോദ്യങ്ങൾ ഉയരുന്നൊരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ അല്പസമയം മുമ്പ്, ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് മൃതദേഹം കൈമാറി, അതായത് ഷിറിയുടെ യഥാർത്ഥത്തിലുള്ള മൃതദേഹം കൈമാറി എന്ന ഹമാസിന്റെ ഒരു വിശദീകരണം വന്നിട്ടുള്ളത്. എന്നാൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. റെഡ് ക്രോസ് ആണ് മൃതദേഹം ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഇത് ഇസ്രായേൽ സൈന്യത്തിന് കൈമാറിയിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യം ഈ റെഡ് ക്രോസിന് കൈമാറിയ മൃതദേഹം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക് പരിശോധനയും മറ്റു അനുബന്ധ പരിശോധനകളും നടത്തുകയാണ്. ഷിറിയുടെ ബന്ധുക്കളെ കൂടി വിളിച്ചു വരുത്തിക്കൊണ്ട് അവരുടെ സാന്നിധ്യത്തിലാണ് പരിശോധനകൾ നടക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം അറിയാൻ സാധിക്കും. ഇത് അവരുടെ തന്നെയാണോ മൃതദേഹം എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോഴും ചോദ്യമുയരുന്നത് ആരുടെ മൃതദേഹമാണ് ഈ തെറ്റായ രീതിയിൽ ഇസ്രായേലിന് കൈമാറിയത് എന്നാണ്. അത് ബന്ദികളുടേതല്ല എന്ന് പറയുമ്പോൾ അത് ആരുടേതാണ് എന്ന ചോദ്യം വളരെ കൃത്യമായി ഉയരുകയും ചെയ്യുന്നുണ്ട്. നിഖിൽ. ശരി ഐസൻ, ഷിറി ബിബാസിന്റെ മൃതദേഹം റെഡ് ക്രോസിന് കൈമാറിയതായി ഹമാസ് അറിയിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച കൈമാറിയ മൃതദേഹം ഷിറിയുടേത് അല്ലെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ്.